എന്നും ബീഫാട്ടോ കഴിക്കണേ? ബീഫ് കഴിക്കാം, ബീഫ് കുഴപ്പമില്ല, പ്രോട്ടീനാ. ആണോ? അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. 4 പൊറോട്ടയും 2 ബീഫും. മൂസ 4 പൊറോട്ടയും ബീഫും. എന്താ ഇത് സ്വന്തം തന്നെയല്ലേ? എന്ത് സുഖല്ലേ? അല്ല ഈ നമ്മളെ മൊയ്തീക്കാന്റെ മോളെ പെണ്ണ് കാണാൻ പോയി, എന്നിട്ട് നിക്കാഹ് ഉറപ്പിച്ചോ? എങ്ങനെ ഉറപ്പിക്കാനല്ലേ? എത്തിയുമായ അണക്കാരാണ്ടോ പെണ്ണേരുക. ഇവൻ എത്തിയുമാ നിങ്ങളോട് ആരാന്ന് പറഞ്ഞു? ആ അതാപ്പൊ നന്നായി. ബാപ്പ മയ്യത്തായി, ചൂണ്ടിക്കാണിക്കാൻ കുടുംബക്കാരുമില്ല, പേരിനൊരു ഉമ്മ പോലും ഇല്ല. അങ്ങനെയുള്ളവർ പിന്നെ എത്തിയും എന്നല്ലാതെ എന്താണ്ടോ പറയാ? ഓൻ ഉമ്മല്ല, നിങ്ങളാണ് തീരുമാനിക്കല. ഈ വലിയ മതോറക്കാതെ കൊണ്ടുവന്ന് കാണിക്കണോ? അല്ല എനിക്ക് പൊറാട്ടയും ബീഫും വേണ്ടേ? ഒറ്റയ്ക്കാണ്ട് മിണിക്കൂടി മുയ്മനുവോ? ഹംസക്കല്ലേ? ഹംസക്ക എന്താ ഹംസക്ക? അല്ല ഹംസക്ക, ഇവൻ എന്തിന്റെ സൂക്കടാന്ന് എനിക്ക് മനസ്സിലാവില്ല. എടോ ഇവൻ ആരും ഓരും ഇല്ലാത്തതിന് ഓൻ എന്താക്കാനാന്ന്? അതല്ല, ഇവൻ ആ ബിൻസിന്റെ കാര്യം അവിടെ പോയി പറയേണ്ട കാര്യം എന്തേനു? ആര്? ബെൻസിയ? ആ ആ ആന്റണി ഏട്ടന്റെ മോള്. ഈ വിളിച്ച് എന്താ? ഒന്നുമില്ല. ശരിക്കും എന്താ കാരണം ഹംസക്ക? ഇത് ഞാനിപ്പോ എന്ത് പറയാനാണ്? അന്ന് പെണ്ണ് കാണാൻ പോയപ്പോഴാണ് ഐദറിന്റെ മോനാണ് ഈ എന്നുള്ളത് മൊയ്തീന് മനസ്സിലായത്. ഇനിയിപ്പോ ഐദറിനോടുള്ള പഴയ വിരോധം കൊണ്ടിട്ടാണോ അല്ലാഹു ആലോ? ഇനി ഞാൻ എത്തിയമായോണ്ടാണോ? ആ പിന്നെ എത്തീം ഇത് അതൊന്നല്ലാന്ന്. ഇവന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ഇവൻ മനസ്സിലാക്കണ്ടേ? ഇപ്പോഴത്തെ ചെക്കന്മാരെ പോലെ അവൻ. ഇവന്റെ കയ്യിൽ ആപ്പാടുള്ള ഒരു BA മലയാള, അതും പ്രൈവറ്റ്, പിന്നെ ഒരു കോഴി മസില്. ഈ ചെലക്കാണ്ട് വിടാണ്ടിരുന്നോ വീരാനെ? ഞാനൊന്നും പറയുന്നില്ല. സൈനബ് എന്തെങ്കിലും പറഞ്ഞ ഹംസക്ക? ഏയ് ഞാൻ ഓളെ കണ്ടിട്ട് തന്നെ ഇല്ല. നീ സൈനമ പറഞ്ഞിട്ടില്ല നിക്കാതെ നടക്കാൻ പോണേ. ഇത് നടക്കൂലെന്ന്. നീ എന്തിനൊക്കെ പറഞ്ഞു? ഗ്ലാമർ കുറഞ്ഞ സാധാരണ അതിനിങ്ങനെ കോംപ്ലക്സ് അടിക്കുന്ന കാര്യം എന്താ? രാധയുടെ വീര്യം തകർത്ത് കോവിലകത്ത് രക്ഷിക്കാൻ കുഞ്ചമൻ തിരുമേനി പല ശ്രമങ്ങളും നടത്തിയിട്ടും ഉഗ്രരൂപിണിയായി മോഹിനി പ്രത്യക്ഷപ്പെട്ട് കൗസ്തുഭൻ തിരുമേനി ആ ഫ്ലോ അങ്ങോട്ട് പോക്കി. ഇതൊന്നും ഒന്ന് സഹായിക്കടാ. എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഓങ്കോയിന്റെ ഒച്ച ചെക്കന്. അവന്റെ ഡാൻസ് മാസ്റ്റർക്ക് വിഷം വെക്കണം, മാറാ ശരിയാവും. ഏടുന്ന പെണ്ണ്? കോളശ്ശേരിന്ന്. ഏത് നമ്മൾ ഉമ്മർക്കാന്റെ മോളോ? നിങ്ങളറിയോ? അല്ല ഓക്കല്ലേ, മാനസികമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന് കേട്ടു. അതേളയല്ലേ മൂത്തോളല്ലേ? മൂത്തോളയാ? എടാ ഈ അറിഞ്ഞോ? പറയ്. എന്റെ നിക്കാണ്. കല്യാണ പ്രായമില്ല. മിനിയാന്നായിന്ന്. ഈ വരുന്ന 15-ാം തീയതി പ്ലാസ ഹാളിൽ വെച്ചിട്ടാണ്. പിന്നെ എല്ലാം ബീരാനിക്കോട് പറഞ്ഞിട്ട് നിങ്ങള് വരണം. പിന്നെ ഉപ്പ പോയതിന്റെ സങ്കടത്തിലാന്ന് എനിക്കറിയാം, എന്നാലും നിങ്ങള് വരണം. വന്ന് വന്ന് ചെറിയ മക്കൾക്ക് വരെ പെണ്ണെട്ടി തുടങ്ങി. നിങ്ങൾ വിഷമിക്കണ്ടിക്ക, യോഗ ഉണ്ടെങ്കിൽ നല്ലൊരു മുൻസിത്തിന് ഇങ്ങക്ക് കിട്ടും. ഇങ്ങക്കും കിട്ടും. പിന്നെ കൊറേ ക്ഷണുണ്ട്. ഞാൻ പോട്ടെന്നാല് മറക്കാണ്ട് അമീതിക്കാനും കൂട്ടി വരണം കേട്ടാ. ഈ വിഷമിക്കണ്ട, ഓന്റെ ഈ തുള്ളിച്ചാട്ടം നിക്കാതെ കഴിഞ്ഞവരേ ഉള്ളൂ. ഭ്രാന്തുള്ള കുടുംബത്തിൽ നിന്നാ കിട്ടുന്നേ. അതെ, വേറെ സൂപ്പർ സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് സാധനം? വിൽപത്രം. വിൽപത്രം? ആരാ വിൽപത്രം? എന്റെ വാപ്പാന്റെ വിൽപത്രം. അതെ, നീ അംസക്കനെ വിളിക്ക്, ഒരു സ്ഥലം വരെ പോണം. ഇത് വിറ്റ് കിട്ടുന്ന പൈസ 3ആയിട്ട് ഭാഗം വെച്ച് വാപ്പാന്റെ 2 ഭാര്യമാർക്ക് ഓരോ വീതം കൊടുക്കണം എന്നാണ് വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. വിൽപത്രം? അനക്ക് അവിടുന്ന് വിൽപത്രം കിട്ടി? വാപ്പാന്റെ പഴയ പെട്ടിന്ന്. ഐദറിന് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്ന് എനിക്ക് നേരത്തെ അറിയാം. പക്ഷെ ഇങ്ങനെ ഒരു വിൽപത്രത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ല. നിങ്ങൾ ഇപ്പം കേട്ടില്ലേ? അല്ല
ഈ മൂന്നാമത്തെ വീതം ആർക്ക് കൊടുക്കാനാ? അത് പുണ്യപ്രവൃത്തി ചെയ്യുന്നവർക്കുള്ളതാ. അപ്പൊ എനിക്ക് തന്നെ. എൻ്റെ വാപ്പക്ക്. മോനെ എൻ്റെ തീരുമാനം എന്താണ്? അത് വാപ്പാന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കണം. അനക്കെന്താ പിരാന്താ? ഈ ആർക്കെന്ന് വെച്ചാ കൊടുക്കുക? അതെല്ലാം വാപ്പ നല്ല കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊടുക്കണം. എനിക്ക് എൻ്റെ ഉമ്മാനെ കണ്ടുപിടിക്കണം. നല്ലൊരു മുഞ്ചത്തി പെണ്ണിനെ നിക്കാഹ് കഴിക്കണം. വാപ്പയൊന്നുമില്ലാത്ത എനിക്ക് ഞാര് പെണ്ണുതരാൻ എൻ്റെ അംസക്ക. അവിടേക്ക് എന്തായാലും എൻ്റെ ഉമ്മാരന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. നിങ്ങൾ എന്നെ സഹായിക്കില്ലേ അംസക്ക? എന്നാലും വാപ്പയ്ക്ക് ഇങ്ങനൊരു വശം ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. പിന്നെ ഈ അതൊന്നുകൂടി വിശദമായിട്ട് വായിച്ചു നോക്ക്. എന്തേ? 2 ആണോ അതിലധികം ഉണ്ടോ എന്നുള്ള അറിയാലോ. മോനെ നീ കാണാത്ത പലതും ഉണ്ട്. ഹൈദറിന് എനിക്കറിയും പോലെ വേറെ ആർക്കും അറിയില്ല. നിങ്ങൾ വീട്ടിലോ ഒഴിവാക്കിന്ന്, എന്നിട്ട് ഈ വിൽപത്രത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞില്ലല്ലോ. അതെ, ആദ്യം നമ്മളെ ഈ കൂട്ട് നന്നാക്കണം. അത് ഞാൻ ഹൈദർഖാനോട് മുമ്പ് പറഞ്ഞ. നിങ്ങൾ എന്നെ സഹായിക്കുമല്ലയോ? അത് പറ. അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇത്രയും കാലം പിന്നെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇതിലൊരാൾ എൻ്റെ ഉമ്മയാണെങ്കിൽ അതാരാണെന്ന് എനിക്ക് അറിയണം. പിന്നെ നിക്കാതെ നടക്കും. ആ അതുകൊണ്ട്. എടാ ഈ സീരിയസാ? ആ സീരിയസ് ആണ്. എന്തേ? അല്ല, 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉമ്മാന്റെ പേരിന്റെ കോളം പൂരിപ്പിക്കാതെ വിട്ട ആളായി. അതറിയാത്തോണ്ടല്ലേ. ബീരാൻ, എന്റെ ചിൽഡ്രൻസിനെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. സോറി. കം ഹിയർ ബീരാൻ. യെസ് മാസ്റ്റർ. കം ഹിയർ. വാട്ട് ഈസ് ദിസ്? എന്താണിത്? നിന്റെ താളം കംപ്ലീറ്റ് തെറ്റിക്കിടക്കുക. ഞമ്മൾതോ സാർ? ഇത് കുട്ടിക്കളിയല്ല. ദേ ആഫ്റ്റർ ടുമാറോ ഷോ ഉള്ളതാണ്. സാർ ഒരു 5 മിനിറ്റ് പെട്ടെന്ന് വരും. എന്റെ മുന്നേ നാട്ടിക്കരുത് പ്ലീസ്. ബീരാനെ, യു ആർ എ പ്രൊഫഷണൽ ഡാൻസർ. ബി പ്രാക്ടിക്കൽ. യെസ് ഓഫ് കോഴ്സ്. അനുഗ്രഹിക്കണം. 5 മിനിറ്റ്. താങ്ക് യു. ഗുരുത്തോളം. ചന്ദ്രൻ ഇങ്ങോട്ട് വന്ന് യെസ്. അന്നോട് ആരപ്പം ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. ഞാൻ വാപ്പാന്റെ ഭാര്യമാരെ കാണാൻ പോകാൻ തീരുമാനിച്ചു. ഒരിപ്പോ എവിടെയുള്ളതെന്ന് പറഞ്ഞേ? ഒരാൾ കോഴിക്കോട്, ഒരാൾ പൊന്നാനി. എപ്പോഴാ പോണ്? എപ്പോഴാ പോണേന്നുള്ളതല്ല, എങ്ങനെയാ പോണേന്നുള്ളതാണ് പ്രശ്നം. ബസ് പോണോ? ഞാനവിടെ ബസ്സിനൊക്കെ ചെന്നിറങ്ങിയ വാപ്പയ്ക്കല്ല എൻ്റെ മോശം. ഹൈദർക്കാക്ക് എന്ത് മോശം? ഇക്കണ്ട ആൾക്കാരൊക്കെ ബസ്സിലല്ലേ പോണ്. എന്നാലും ഞാൻ കാറിന് ചെന്നിറങ്ങുന്നതല്ലേ ഒരു പവറ്. എന്നാ പിന്നെ കാറ് പോയിക്കോ. അതെ, കാറിൽ പോകാനായിട്ട് കാറ് നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ആര്? ഞാനോ? എനിക്ക് വരാൻ പറ്റുന്നില്ല. എനിക്ക് ഡാൻസ് പരിപാടി ഇല്ല. അങ്ങനെ പറയില്ലടാ. നീ ഒന്ന് വന്ന് കൂടെ തുടങ്ങി തന്നാ മതി. പിന്നെ ഞാൻ നോക്കിക്കോളാം. ഓടുന്നതിനെ വിളിക്കണേ നീ പൊക്കോ. എനിക്ക് വരാൻ പറ്റൂല. ഓ, അല്ലേ തന്നെ പാപ്പ പോയ പിന്നെ ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ലേ. ആരൊക്കെ എത്രയൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും പോട്ടാ. അമീത്, ഈ ഒറ്റയ്ക്കാന്ന് ആരാ പറഞ്ഞേ? ഞാനില്ല എൻ്റെ കൂടെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് എന്നെ വീഴ്ത്തു. അല്ലെങ്കിൽ തന്നെ ഈ കല്ലേറിട്ട് ഡാൻസ് ടീമിന് ആര് പ്രോഗ്രാം വിളിക്കാനാ? അയ്യടാ, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ പരിപാടി ഉണ്ട്. ഓ, അപ്പം ഇഷ്ടം പോലെ കിട്ടും. പോടാ. ബീരാൻ, സാർ, കാര്യം പിടിക്കാൻ സമയം. കണ്ടോ? വാ.